സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനിങ് ടു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന സീരീസിന്റെ 4ാമത്തെ പാർട്ട് എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക, ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയിട്ട് എങ്ങനെ ബൈ ചെയ്യാം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക. അതേപോലെ തന്നെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ സീരീസ് ഒന്നും നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അവിടെ പോയതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സും കാര്യങ്ങളും കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ലേണിംഗ് സീരീസും കാര്യങ്ങളും ഇൻടു ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതെല്ലാം ടെലഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഹായ് ഗൈസ്, മൈ നെയിം ഈസ് അഷ്റഫ്. എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്തായാലും ഉണ്ടായിരിക്കണം. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചിരുന്നുണ്ടാകുക. ആദ്യം നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം, അതിനുശേഷം ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എടുക്കാം. ഇവിടെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു സ്റ്റോക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ആണിത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഐഡിയസും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിന്റെ സെക്ഷനിലേക്ക് വരുത്താണ്. ഹോം ഉണ്ട്, വാച്ച് ലിസ്റ്റ് ഉണ്ട്, പോർട്ട്ഫോളിയോ ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇതിൻ്റെ ഡെമോസും കാര്യങ്ങളെല്ലാം ഏഞ്ചൽ ഫണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഷെയർ പർച്ചേസ് ചെയ്യുക, ബൈ ചെയ്യുക എന്നാണ് ഏഞ്ചൽ ഫണ്ട് മനസ്സിലാക്കുന്നുണ്ടാവുക. സിമിലർ തന്നെയായിരിക്കും എല്ലാ ബ്രോക്കിംഗ് ഫേമുകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഇത് വളരെ ബേസിക് ആയിട്ട് എങ്ങനെ ബൈ ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അടുത്ത വീഡിയോസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചിട്ടും ടാർഗറ്റ് ഓർഡേഴ്സ്, ലിമിറ്റ് ഓർഡേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. നമുക്കൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാകുക ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു സെയിം ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ ആഡ് ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ടൊരു 100 രൂപ ആഡ് ചെയ്യുന്നുണ്ട്, ആഡ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, ആഡ് ന്യൂ UPI ID എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ UPI വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാണിച്ചിരുന്നുണ്ടാകുക. ആഡ് ന്യൂ UPI ID എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UPI കൊടുത്തതിന് ശേഷം ആഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരു ഗൂഗിൾ പേയിലേക്ക് ആ ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം സെൻഡ് എന്നുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏഞ്ചൽ ഫണ്ടിന്റെ ആ ഒരു സെക്യൂരിറ്റീസിന്റെ ആ ഒരു ഏരിയാസിലേക്ക് ഫണ്ട് അയക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാവും. അവിടത്തേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു UPI കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക. ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ പേയിലേക്ക് വരുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമുക്ക് ഇവിടെ ആ ഒരു 100 rupees പേ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 100 rupees ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാലൻസിൽ ഈ ഒരു അക്കൗണ്ടിന്റെ ഏരിയാസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി ഹോമിലേക്ക് പോയിട്ട് നമുക്കൊരു സ്റ്റോക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഹോമിലേക്ക് പോവാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ഷെയർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടുന്ന ഐഡിയ കാണാൻ വേണ്ടി പറ്റുന്ന ഐഡിയ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഐഡിയയുടെ ആ ഒരു പ്രൈസും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓപ്പൺ, ഹൈ, ലോ, പ്രീവിയസ് ക്ലോസ്, ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബൈയിങ് പ്രൈസ് ഇപ്പം കറന്റ്ലി ഉള്ളത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് കറന്റ്ലി ഉള്ളത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് താഴെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓപ്ഷൻ ചെയിൻ ഉണ്ട്, ചാർട്ട് ഉണ്ട്, സ്റ്റോക്ക് സിപ്പ് ഉണ്ട്, എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ചാർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 5 minutes ചാർട്ടാണ്, കണ്ടോ, പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയാസിന് ഒരു ബൈ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ ഇവിടെ ബൈ ഉണ്ട്, സെല്ലുണ്ട്. നമുക്ക് ആ ഒരു ഇൻട്രാഡേ എന്നുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത ദിവസം ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സെല്ല് ചെയ്യുക, അതിനുശേഷം ഇൻട്രാഡേ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഇവിടെ ഞാനിപ്പം ആ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബൈ കൊടുക്കുന്നുണ്ട്. ബൈ കൊടുത്ത സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡെലിവറി, ഇൻട്രാഡേ ബൈ 5x, പേ ലേറ്റർ 2.9x. പേ ലേറ്ററിൽ നമ്മൾ അടുത്ത് വരുന്ന വീഡിയോസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കൊരു
സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ഫണ്ട് മാർജിനലായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലൊരു സെറ്റപ്പാണ് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് ഡെലിവറി എടുക്കാം, ബൈ എടുക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുണ്ടാകുക. നിങ്ങൾ ഇൻട്രാഡേയിലാണ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ഷെയർ ഈവനിങ് ആകുന്ന സമയത്തേക്ക് വിറ്റ് മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകും. ഓട്ടോ സ്ക്വയർ ഓഫ് എന്ന് പറയും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് വിറ്റ് മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാനാണ്, ദിവസങ്ങളോളം ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ ഉണ്ട് എങ്കിൽ ഡെലിവറി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഒരു പ്രൈസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലിമിറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. എന്താണ് ലിമിറ്റും മാർക്കറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയുള്ള പ്രൈസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ആ ചാർട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ചാർട്ടിൽ ഞാൻ ഈ ഒരു ഏരിയാസിൽ ഒരു ലൈൻ ഇടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്താണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ആ ഒരു ഏരിയാസിലെ പ്രൈസ് നോക്കിയതാണ് 14.99. ഓക്കെ, 15 റൗണ്ടായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈസിലേക്ക് വന്നിട്ടാണ്, ആ ഒരു 15 എന്ന് പറഞ്ഞ ആ ഒരു പ്രൈസിലേക്ക് വന്നിട്ടാണ് നമുക്ക് ബൈ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് പ്രൈസിലായിരിക്കണം ബൈ കൊടുത്തതിന് ശേഷം പ്ലേസ് ബൈ ഓർഡർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകേണ്ടത്. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ ഉള്ള പ്രൈസിന്, ഇപ്പോൾ ഏതാണോ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയാസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഷെയർസ് ചോദിക്കുന്നുണ്ടാവും. മാക്സ് ക്വാണ്ടിറ്റിയിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഞാനിവിടെ 6 എന്ന് കൊടുക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. താഴെ നമ്മുടെ ആ ഒരു മാർജിൻ റെക്കോർഡ് ആയിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ അവൈലബിൾ ക്യാഷ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാനിവിടെ മാക്സ് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി നമുക്ക് മാക്സിമം ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഓർഡറിലാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസിൽ എനിക്ക് ആ ഒരു ഷെയർ വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ മാർക്കറ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ പേ ലേറ്ററിൻ്റെ ഓപ്ഷനിലുണ്ട്. ഞാൻ ആ ഒരു പേ ലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അതിന് ശേഷം പേ ലേറ്റർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ആ ഒരു മാർജിൻ റിക്വയർഡ് 31.81 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെറിയൊരു പൈസക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മാക്സിമം ക്വാണ്ടിറ്റി നമുക്ക് 18 എണ്ണം ബൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഞാനത് അൺടിക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മാക്സിമം ക്വാണ്ടിറ്റി 6 ഉള്ളത്. അത് റീഫ്രഷ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പം റീഫ്രഷ് ആയി. ഞാൻ എൻ്റെ റുപ്പീസ് തന്നെയാണ് നമുക്ക് ആ ഒരു പർച്ചേസിങ് പവർ ഉള്ളത്. നമുക്ക് അതേപോലെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്, GTT ഓർഡർ ഉണ്ട്. GTT ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാകുക നമുക്കിപ്പോൾ ഒരു ഡെലിവറി എടുക്കണം, ആ ഒരു ഓർഡർ അവിടെ തന്നെ വെക്കണം കുറേ നാളത്തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ GTT ഓർഡറും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ ഡെലിവറി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യം ചെയ്താൽ മതി. ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണോ ഷെയർ എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഷെയറിൻ്റെ ക്വാണ്ടിറ്റി അവിടെ കൊടുക്കുക. ഇപ്പോൾ ഉള്ള പ്രൈസിന് ബൈ ചെയ്യണോ, ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൈസിന് ബൈ ചെയ്യണം. ഇപ്പം നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 15 ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ 15 കൊടുത്തതിന് ശേഷം ലിമിറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുക, പ്ലേസ് ബൈ ഓർഡർ കൊടുക്കുക. ഞാനിപ്പം കൊടുക്കുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൈസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതിന് ശേഷം പ്ലേസ് ബൈ ഓർഡർ കൊടുക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം യെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു ഷെയർ പർച്ചേസ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഷെയറും കാര്യങ്ങളും പർച്ചേസ് ആയിട്ടുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഐഡിയ 6 ഷെയർ പർച്ചേസ് ആയിട്ടുണ്ട്. ആവറേജ് പ്രൈസ് എത്രയാണ്? ആവറേജ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈ ചെയ്ത പ്രൈസാണ് 15.08 ആണ്. ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസ് എത്രയാണ്? 15.05 ആണ്. ആ ഒരു മുകളിലായിട്ട് ആ ഒരു ഗ്രീനിലും റെഡിലെല്ലാം കാണുന്ന നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഫ്ലക്ച്വേഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പോർഷൻസും കാര്യങ്ങളും ആ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഏരിയാസിലേക്ക് വരാം. അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഓവർവ്യൂവിൽ. മറ്റു കാര്യങ്ങളിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഒരു ഷെയർ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല, ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്ന വീഡിയോസ് നമുക്ക് കാണിച്ചു തരാനുണ്ട്. ഡിമാറ്റിൽ അക്കൗണ്ട് പോകുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷെയർ സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സിമ്പിളാണ്, സെല്ല് കൊടുക്കുക. ആ ഒരു പോർഷൻസിൻ്റെ ഏരിയാസിലേക്ക് പോവാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബൈ ഉണ്ട്, സെല്ലുണ്ട്, സെല്ല് കൊടുക്കാം. ഓക്കെ, മാക്സ് ക്വാണ്ടിറ്റി എത്ര ചോദിക്കുന്നത് അതവിടെ കൊടുക്കുക. 6 ആണ് നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി. അതിനുശേഷം പ്ലേസ് സെൽ ഓർഡർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയർ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബൈ ആൻഡ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇന്ന് തന്നെ ബൈ ചെയ്ത് ഇന്ന് തന്നെ സെല്ല് ചെയ്ത് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ് പറയുന്നുണ്ടാവും. അതിന് നമുക്ക് എക്സ്ട്രാ മാർജിനും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. എക്സ്ട്രാ മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പം 100 രൂപ ഉണ്ടെങ്കിൽ ഇൻട്രാഡേ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ വിറ്റൊഴിവാനാണ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 5x അതായത് ലിവറേജ് ആയിട്ട് 5 ഇരട്ടി നമുക്ക് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ 100 രൂപയാണെന്നുണ്ടെങ്കിൽ 500 രൂപ വരെയുള്ള ഷെയറും കാര്യങ്ങളും എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് ഈവനിങ് ആകുന്ന സമയത്തേക്ക് കൊടുത്ത് മാറേണ്ടതായിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോ സ്ക്വയർ ഓഫ് ആകുന്നുണ്ടാവും.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ആണ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് എന്തായാലും നിങ്ങൾ അയച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ സെല്ലിങ്ങും ഇൻട്രാഡേയും കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബൈ.